ഡിസംബർ 23 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ ജോൺ കാൻഷ്യൂസ്, വിശുദ്ധ ഡെഗോബർട്ടോ ദ്വിതീയൻ, വിശുദ്ധ ഫ്രീദ്ബർട്ട്, വിശുദ്ധ മസോത്ത, വിശുദ്ധ മിഗ്ദോനിയൂസും മർദോനിയൂസും. വിശുദ്ധ ജോൺ കാൻഷ്യൂസ് 1395-1473 കാലഘട്ടത്തിലാണ് വിശുദ്ധ കാൻഷ്യൂസ് ജീവിച്ചിരുന്നത്. സലേഷ്യയിൽ കെൻഡി എന്ന പ്രദേശത്ത് വിശുദ്ധ ജോൺ ജനിച്ചു. ക്രാക്കോ നഗരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സർവകലാശാല വിദ്യാഭ്യാസം. അനന്തരം അദ്ദേഹം ഒരു വൈദികനും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അധ്യാപകനുമായി. എന്നാൽ അധികം വൈകാതെ അദ്ദേഹത്തെ വിരോധികൾ കോളേജിൽ നിന്നും പുറത്താക്കി. പിന്നീട് ഫാദർ ജോൺ ഓൾക്കൂസിലെ വികാരിയായി. വിനീതനായ വികാരിയച്ചൻ തൻ്റെ ജനങ്ങളെ പ്രീതിപ്പെടുത്തുവാൻ ചെയ്ത പരിശ്രമമൊന്നും കുറേ കാലത്തേക്ക് ഫലിച്ചില്ല. എങ്കിലും സ്ഥിര പരിശ്രമത്തിലൂടെ ഇടവകക്കാരുടെ ഹൃദയത്തെ അദ്ദേഹം വശംവദമാക്കി. അങ്ങനെ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും ക്രാക്കോയിലേക്ക് മടങ്ങി. മരണം വരെ അവിടെ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിച്ചു. ഫാദർ ജോൺ വിനീതനും കൃപാലുവുമായിരുന്നതിനാൽ ക്രാക്കോയിലെ ദരിദ്ര ജനങ്ങൾക്കെല്ലാം അദ്ദേഹത്തെ പരിചയമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വസ്തുക്കളും പണവുമെല്ലാം സാധുക്കൾക്കുള്ളതായിരുന്നു. പലപ്പോഴും അവർ ആ സ്വാതന്ത്ര്യം ദുരുപയോഗിച്ചിരുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ. അത്യാവശ്യത്തിലുള്ള പണം മാത്രമേ അദ്ദേഹം സൂക്ഷിച്ചിരുന്നുള്ളൂ. മാംസം ഭക്ഷിച്ചിരുന്നില്ല. തറയിൽ കിടന്നാണ് ഉറങ്ങിയിരുന്നത്. തുർക്കികളുടെ കരങ്ങളാൽ രക്തസാക്ഷിത്വം വരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം ജെറുസലേമിലേക്ക് ഒരു തീർത്ഥയാത്ര നടത്തി. ഭാണ്ഡം പുറത്ത് വഹിച്ചുകൊണ്ട് 4 പ്രാവശ്യം റോമായിലേക്ക് തീർത്ഥാടനം ചെയ്തു. പ്രായശ്ചിത്തം ചെയ്യുമ്പോൾ ആരോഗ്യവും കൂടി പരിഗണിക്കേണ്ടതില്ലേ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ മരുഭൂമിയിൽ തപസ് ചെയ്ത പിതാക്കന്മാരുടെ ദീർഘായുസിനെ പറ്റി അദ്ദേഹം എപ്പോഴും മറുപടി നൽകുമായിരുന്നു. പഴയ ലത്തീൻ കാനോന നമസ്കാരത്തിൽ ഒരു കഥ അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ വിവരിച്ചിട്ടുണ്ട്. ഒരിക്കൽ കവർച്ചക്കാർ അദ്ദേഹത്തിൻ്റെ പണം കൊള്ള ചെയ്തു. അവസാനം അവർ ചോദിച്ചു, ഇനി ഏതെങ്കിലും സ്ഥലത്ത് പണം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? ഇല്ല എന്ന് അദ്ദേഹം മറുപടി നൽകി. കവർച്ചക്കാർ പോയി കഴിഞ്ഞപ്പോൾ കുറേ നാണയങ്ങൾ മേലെങ്കിയിൽ തയ്ച്ചു വെച്ചിരിക്കുന്നത് അദ്ദേഹം ഓർത്തെടുത്തു. ഉടനെ കവർച്ചക്കാരെ വിളിച്ച് ആ പണവും കൂടി എടുത്തു കൊടുത്തു. ഇതിൽ ആശ്ചര്യഭരിതരായ കവർച്ചക്കാർ എടുത്ത പണം അദ്ദേഹത്തിന് തന്നെ തിരികെ നൽകി. 1767 ജൂലൈ 16 അദ്ദേഹത്തെ വിശുദ്ധനെന്ന് നാമകരണം ചെയ്തത്. വിശുദ്ധ ജോൺ കാൻഷ്യൂസിൻ്റെ അഭിപ്രായം നമുക്കിന്ന് വിചിന്തനം ചെയ്യാം. സത്യവിരുദ്ധമായ എല്ലാ അഭിപ്രായങ്ങളോടും പടവെട്ടുക. ക്ഷമയും ശാന്തതയും പരസ്നേഹവുമായിരിക്കട്ടെ നിങ്ങളുടെ ആയുധങ്ങൾ. അക്രമം നിങ്ങളുടെ ആത്മാവിന് ദോഷം ചെയ്യുന്നു. ഏറ്റവും വലിയ ലക്ഷ്യങ്ങൾക്ക് കൂടി അത് തുരങ്കം വയ്ക്കുന്നു. വിശുദ്ധനായ ജോൺ കാൻഷ്യൂസെ, തിന്മ പ്രവർത്തിക്കുവാൻ വേണ്ടി ഒരുമ്പെടുന്ന എല്ലാ വ്യക്തികളെയും നന്മയിലേക്ക് കൊണ്ടുവരുവാൻ നിരന്തരം പിതാവായ ദൈവത്തോട് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.